ശരി, ഞാൻ ഓൺലൈനിൽ നിനക്ക് മട്ടൺ ഓർഡർ ചെയ്ത് തരാം. ആ, ഞാൻ ഓൺലൈനിൽ 1 കിലോ മട്ടൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റുള്ളിൽ വരും. അതുപോലെ ശരി ചേട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി അച്ഛാ. ആ അച്ഛാ, യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? അതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല മോളെ. അച്ഛാ, ഇപ്പൊ അച്ഛന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ കഴിക്കുന്നുണ്ട് ശരിക്കും. പിന്നെ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഓഫീസിൽ പോയിട്ടേ. ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ മോനെ. ശരി അച്ഛാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡോർ ലോക്ക് ചെയ്തൊക്കെ. ഓക്കെ, ബൈ. ബൈ. അച്ഛാ, അച്ഛൻ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ഭക്ഷണം റെഡിയായാൽ ഞാൻ അച്ഛനെ വന്ന് വിളിച്ചേക്കാം. ആട്ടെ മോളെ. അച്ഛാ, 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 എണീക്കച്ചാ. എന്താ മോളെ? ഭക്ഷണം റെഡിയായി അച്ഛാ, വന്ന് കഴിക്കൂ. അതിൻ്റെ ഉള്ളിൽ തയ്യാറായോ? അതെ അച്ഛാ, വരൂന്നേ. ശരി മോളെ, നീ പോയി എടുത്തു വെക്ക്, ഞാനിതാ വരാം. മതി മോളെ, മതി. നിനക്കും എന്റെ കൂടെ ഇരുന്ന് ഉണ്ടൂടെ? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ, ഇപ്പൊ അച്ഛൻ കഴിക്കേ. ശരി മോളെ. അച്ഛാ. എന്തേ മോളെ, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു അച്ഛാ. ശരി മോളെ, പിന്നെ ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. എന്തു പറ്റി അച്ഛാ? എന്താ പെട്ടെന്ന് തന്നെ പോണോന്ന്? ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചൂടെ? അതുകൊണ്ടല്ല മോളെ, നാട്ടിലെ പാടത്ത് ഞാറ് നടേണ്ടതാ, ഞാൻ പോയേ മതിയാകൂ. ഈ വയസ്സാം കാലത്ത് എന്തിനാ ഇതൊക്കെ? ഇവിടെ താമസിച്ചൂടെ? മകന്റെ വീട് ഇവിടെ ഉള്ളപ്പോ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അയ്യോ, അതുകൊണ്ടല്ല മോളെ, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ബുദ്ധിമുട്ടല്ല അച്ഛാ. അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം, മനസ്സിലായോ? ശരി മോളെ, അവൻ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അച്ഛന് ക്ഷീണമുണ്ടെങ്കിൽ അച്ഛൻ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി മോളെ. ഇത് നോക്കൂ അച്ഛാ, അച്ഛൻ എന്ത് വേണമെങ്കിലും മടിക്കാതെ ഞങ്ങളോട് ചോദിച്ചോളൂ. എന്താ, മനസ്സിലായോ? അച്ഛൻ ചോദിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കാനാ മകൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി. ശരി മോളെ. എന്നാ ശരി അച്ഛാ, ക്ഷീണം കാണും, പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി മോളെ. അച്ഛാ, ചായ കുടിക്കച്ചാ.
അച്ഛാ, ഉം. ടീ എങ്ങനെയുണ്ട്? ടീ വളരെ നന്നായിട്ടുണ്ട് മോളെ. അതെയോ? വളരെ നന്ദി അച്ഛാ. അച്ഛാ, ഉം. എനിക്ക് അച്ഛനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ വല്ലാതെ സംസാരിക്കുന്നത്? ചേട്ടന് ഇപ്പൊ ജോലി ചെയ്യുന്ന ഓഫീസില് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവിടെ ഭയങ്കര പ്രഷറാണത്രേ. അങ്ങനെയോ? ആ അതെ അച്ഛാ. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയമായിട്ടെന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത് അച്ഛാ. അച്ഛൻ ബാങ്കില് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന പണം തന്നിട്ടുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ബിസിനസിന് അതൊരു വലിയ സഹായമായിരിക്കും അച്ഛാ. അച്ഛന് മാസം തോറും പലിശ തന്നേക്കാം. 6 മാസത്തിനുള്ളിൽ മുതല് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിലുള്ള പലിശയും വെച്ചാ എന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അയ്യോ അച്ഛാ, എന്താ ഇങ്ങനെ പറയുന്നത്? അച്ഛന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തന്നോളാം. ഇനി അച്ഛൻ നാട്ടിൽ പോയി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ട. ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചോളൂന്നേ. അച്ഛൻ ഞങ്ങളോടൊപ്പം ആണെങ്കിൽ ബാങ്കിലെ ആ പണം വെറുതെ അല്ലേ അവിടെ കിടക്കുന്നത്? അതല്ല മോളെ, ഈ സിറ്റിയിലുള്ള ജീവിതമൊന്നും എന്നെ പോലുള്ളവർക്ക് സെറ്റാവില്ല. കുറച്ചുനാൾ ഞാനിവിടെ ഇരുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയാ എനിക്ക് ഈ പലിശ പണം തന്നെ ഉപകാരപ്പെടുകയുള്ളൂ. ഒന്ന് മനസ്സിലാക്കച്ചാ, അച്ഛൻ ഞങ്ങളോടൊപ്പം ഇരിക്കെ. നാട്ടിലേക്കൊന്നും പോവണ്ടെന്നേ. അച്ഛനെ ഞങ്ങള് രണ്ടുപേരും നന്നായി നോക്കിക്കോളാം. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ധൈര്യമായിരിക്കും അച്ഛാ. ദയവ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആ പണം എടുത്ത് തന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒന്ന് സഹായിക്കുക അച്ഛാ. വെറും 6 മാസത്തിനുള്ളിൽ പലിശ സഹിതം ഞങ്ങൾ മുതല് തിരിച്ചു തന്നേക്കാം. ശരി മോളെ, ഞാൻ തരാം. വളരെ വളരെ നന്ദി അച്ഛാ. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സാരല്ലേ മോളെ. ഫിക്സഡ് ഡെപ്പോസിറ്റില് അച്ഛൻ എത്ര പണം ഇട്ടു വെച്ചിരിക്കുന്നത്? അത് ഏകദേശം ഒരു 10 ലക്ഷം ഉണ്ടാവും മോളെ. അങ്ങനെയാണോ? ശരി അച്ഛാ. അച്ഛനോട് നീ കാശ് ചോദിച്ചു നോക്കിയോ? എന്ത് പറഞ്ഞു? അദ്ദേഹം പണം തരാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഇനി അടുത്ത് എന്താ ചെയ്യുക? നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന പണം മുഴുവൻ വിത്ഡ്രോ ചെയ്ത് ഒരു കാറും പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. അതൊക്കെ പോട്ടെ, അച്ഛനോട് താമസിക്കുന്നതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് നോക്കെന്നേ, അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ആദ്യം പോയി പണം കൊണ്ടുവരാനുള്ള വഴി നോക്ക്. ശരി ശരി.